സ്വർഗത്തിലെ കുറേ അനുഭൂതികളുണ്ടല്ലോ. അതിൽ ഹബീബായ നബി തങ്ങൾ നന്നായിട്ട് വിശദീകരിക്കുന്ന ഒരു കാര്യം, പുറവും ഉള്ളും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റുന്ന ശുദ്ധമായ സ്ഫടികത്തിൽ നിർമ്മിച്ച ഒരു കൊട്ടാരം കിട്ടുമെന്നാണ്. ഇത് ആർക്ക് വേണ്ടി തയ്യാറാക്കി വെക്കുന്നു? 2-3 വിശേഷണങ്ങൾ പറയുന്നുണ്ട് ഹബീബായ നബി തങ്ങൾ. ഒന്ന് മാത്രം സാന്ദർഭികമായി ഞാൻ ഉദ്ധരിക്കാം. ലിമൻ അലാനൽ കലാം, മൃദുവായി സംസാരിക്കുന്നവർ, കുറച്ച് സംസാരിക്കൂലെന്ന്, എന്ത് പറഞ്ഞാലും ഭീഷണിപ്പെടുത്തൂലെന്ന്. നമ്മുടെ സഹപ്രവർത്തകർ, നമ്മുടെ ഭാര്യമാർ, മക്കൾ, നമ്മുടെ കീഴിലുള്ളവർ, അവരുടെ മേലിൽ സംസാരത്തിൽ ഒരു ഗർവ് കാണിക്കൂലെന്ന്. കീഴിലുള്ള ആളുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും കുറച്ച് ഞാൻ തിരക്കടില്ല എന്നുള്ളൊരു ബോധം ഉണ്ടാകും. അണുമണിത്തൂക്കം, അണുവിന്റെ തൂക്കം, കിബർ, ഉള്ളിലുള്ളവർക്ക് സ്വർഗപ്രവേശം സാധ്യമല്ലെന്ന ഹബീബായ മുഹമ്മദ് റസൂൽ തങ്ങളുടെ വചനം നമ്മൾ ഓർക്കാതെ പോകരുത്. ചില ആളുകളൊക്കെ ഉണ്ട്, അങ്ങാടി തോറ്റ ഭാര്യനോടാണ് പിന്നീട് അത് തീർക്കുക. വളരെ മോശം. ഹബീബായ നബി തങ്ങൾ പൗരുഷത്തിന്റെ മാനദണ്ഡം പറഞ്ഞതെന്നാണ്, നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ ഭാര്യനോട് നന്നായിട്ട് ഇടപെടാൻ കഴിയുന്നവനാണ് എന്നാണ്. പുരുഷത്വത്തിന്റെ പൗരുഷത്വത്തിന്റെ മാനദണ്ഡം പറയുന്നിടത്ത് ഭാര്യയോടുള്ള ഡീലിങ്ങിനെ പരിഗണിച്ചു ലോകത്തിന്റെ ഗുരു മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ കീഴിലാന്ന് കരുതിട്ട് അവരെ ഒരു വാക്കുകൊണ്ട് പോലും ദ്രോഹിക്കരുത്, നോവിക്കരുത്. ഹബീബായ റസൂൽ സ്വർഗത്തിന്റെ സമൃദ്ധി പറഞ്ഞിട്ട് അവിടെയുള്ള ഒരു പ്രത്യേകമായ സംവിധാനം വിശദീകരിച്ചിട്ട് അത് ആർക്ക് ലഭ്യമാകുമെന്ന് പറയുമ്പോൾ ഒന്നാമത് വിശദീകരിക്കണ ലിമൻ അലാനൽ കലാം, മൃദുവായി, മാന്യമായി, പക്വതയോടെ, പ്രതീക്ഷാപൂർവ്വം, വെറുപ്പിക്കാതെ, അകറ്റാതെ, സ്നേഹമൃസൃണമായി സംസാരിക്കാൻ കഴിയുന്നവർക്ക്